ആദ്യമായി പ്രകാശനം നടക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ശ്രീ എം ബഷീർ രചിച്ച് DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന തെമിസ് എന്ന പുസ്തകമാണ്. നീതിയെയും നിയമത്തെയും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്ന തെമിസ് നിരാലംബയായ ഒരു പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന നരകയാതനകൾ കറുത്ത മഷിയാൽ അടയാളപ്പെടുത്തുന്നു. ശാരീരികവും സാമൂഹികവുമായ പരിമിതികളോട് പടവെട്ടി പൊന്നാനിയിൽ നിന്നും തിരുവനന്തപുരത്തെ നിയമസഭാ സെക്രട്ടേറിയറ്റിലെത്തി അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്ന തളരാത്ത ആത്മവീര്യത്തിൻ്റെ പ്രതീകമായ കുമാരി R ജിംഷിനയ്ക്ക് നൽകി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നു. കഴിയുമ്പോൾ പറയണേ, കാണാൻ പറ്റുന്നില്ല. അടുത്തതായി ബഹുമാനപ്പെട്ട സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ശ്രീ വിവേക് പറാട്ട് രചിച്ച ഒന്നുകളും പൂജ്യങ്ങളും സ്വകാര്യതകളിലേക്ക് ഡേറ്റ കണ്ണുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്. നാം ജീവിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ വാക്കുകളും ചെയ്തികളും എന്തിന് സ്വകാര്യ നിമിഷങ്ങൾ പോലും മൊബൈൽ ഫോണുകൾ വഴി കുത്തക കമ്പനികൾ ചോർത്തിയെടുക്കുന്നതിനെ പറ്റിയും ഡാറ്റകൾ മറച്ചുവിറ്റ് കമ്പനികൾ ലാഭമുണ്ടാക്കുന്നതിനെ പറ്റിയും ഗൗരവകരമായ ഒട്ടനവധി കാര്യങ്ങൾ വളരെ ലളിതമായി സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ള ഈ പുസ്തകം മൈത്രി ബുക്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AM ഷംസീർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ശ്രീ PM മനോജിന് നൽകി പുസ്തക പ്രകാശനം നിർവഹിക്കുന്നു. നിയമസഭാ സെക്രട്ടേറിയറ്റിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന ശ്രീ MK രാജൻ്റെ രണ്ടാമത്തെ ചെറുകഥാ സമാഹാരമായ ബിയാസ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അടുത്തതായി നടക്കുന്നത്. സംഘടിത ഹിംസ ഒറ്റപ്പെട്ടവരുടെയും നിരപരാധികളുടെയും ജീവിതത്തിൽ അശനിപാതമായി പതിച്ച് അവൻ്റെ ശബളാഭമായ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും നിഷ്കരുണം തല്ലിത്തകർക്കുന്ന ദൃഷ്ടാന്തങ്ങൾ വർത്തമാനകാല ബോധമണ്ഡലത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെയും തൊഴിൽ സംഘർഷങ്ങളിൽ ഉരുകുന്ന മനുഷ്യരുടെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ അപൂർവ തലങ്ങളുടെയും മനുഷ്യൻ്റെ സ്വകാര്യ മനസ്സുകളിലേക്കുമുള്ള സഞ്ചാരങ്ങളാണ് 10 കഥകൾ അടങ്ങുന്ന ബിയാസ് എന്ന ചെറുകഥാ സമാഹാരത്തിലുള്ളത്. അബോധങ്ങളിൽ ഗുൽമോഹർ പൂക്കുമ്പോഴാണ് ശ്രീ MK രാജൻ്റെ ആദ്യ കഥാസമാഹാരം. ബിയാസ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ബാർട്ടർ പബ്ലിഷേഴ്സ്. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ പ്രകാശനം ചെയ്യുന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ. പുസ്തകം പരിചയപ്പെടുത്തുന്നത് ശ്രീ മനോജ് മനോഹരൻ. അടുത്തതായി 1988 മുതലുള്ള നിയമനിർമ്മാണ സഭകളുടെ ചരിത്രം, ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചോദ്യോത്തര രൂപത്തിൽ കേരള നിയമസഭാ ചോദ്യം ഉത്തരം എന്ന പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. ഇതിൻ്റെ രചയിതാക്കൾ ശ്രീ ഷിബു R, ശ്രീ അയ്യപ്പദാസ് PS, ശ്രീ നെൽസൺ J എലൂക്കുന്നേൽ. പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സ്പീക്കർ, സ്വീകരിക്കുന്നത് നിയമസഭാ സെക്രട്ടറി ശ്രീ AM ബഷീർ. ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്ത് 2 വാക്ക് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ആരംഭിച്ച കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിരവധി പുസ്തകങ്ങളാണ് ഇതിനോടകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ വേദിയിൽ ഇപ്പോൾ 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. 4ഉം നിയമസഭയുമായി ബന്ധപ്പെട്ട ആളുകളുടെ പുസ്തകങ്ങളാണ്. ആദ്യത്തെ പുസ്തകം ബഹുമാന്യനായ നിയമസഭാ സെക്രട്ടറി AM ബഷീറിൻ്റെതാണ്. അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പുസ്തകം തെമിസ് എന്നുള്ളതാണ്. ഇതിനോടകം മറ്റ് ചില പുസ്തകങ്ങളും 3ഓളം പ്രസിദ്ധീകരണങ്ങൾ ഇതിനോടകം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പുസ്തകമാണ് തെമിസ് എന്ന പേരിൽ ഇവിടെ ഇപ്പം പ്രകാശനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പം കേസുകളും കോടതികളും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജീവിതം സെക്രട്ടറിയുടേത് കുറേ കാലമായി കോടതിയുമായി കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്.
അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോഴാണ് ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോവിഡ് വന്ന ഘട്ടത്തിലാണ് അവസാനത്തെ പുസ്തകമായ തെമിസ് എന്ന പുസ്തകം ഞാൻ എഴുതാൻ ആരംഭിച്ചത്. കോവിഡ് ഏതാണ്ട് 1.5 വർഷത്തോളം നമ്മുടെ നാടാകെ സ്റ്റാൻഡ് സ്റ്റില്ലായ ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് കോടതിയും മറ്റ് നടപടിക്രമങ്ങളും നടക്കാത്ത ഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തെമിസ് എന്ന പുസ്തകം. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിലെ അദ്ദേഹത്തിൻ്റെ ചില അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു പുസ്തകം അദ്ദേഹം എഴുതാൻ തയ്യാറായിട്ടുള്ളത്. രണ്ടാമത്തെ പുസ്തകം നമ്മുടെ തന്നെ നിയമസഭയിലെ സ്പീക്കറുടെ ഓഫീസ് സ്റ്റാഫായി പ്രവർത്തിക്കുന്ന വിവേക് പാറാട്ടിൻ്റെതാണ്. വിവേക് വിവരസാങ്കേതിക വിദ്യയിൽ വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നിയമസഭയിലേക്ക് സ്റ്റാഫായി വരുന്നതിനേക്കാൾ മുമ്പ് വിവേകിനെ എനിക്കറിയാം. വേങ്ങരക്കാരനാണ് വിവേക്. അവിടെ വെച്ച് വിവേകിനെ ഞാൻ പരിചയപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒരു ഭാഗത്ത് ഗുണം ചെയ്യുമ്പം എല്ലാത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവുമല്ലോ, മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടാവുമല്ലോ. വിവേക് മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒന്നുകളും പൂജ്യങ്ങളും എന്ന പുസ്തകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ടെക്നോളജിയിലൂടെ എങ്ങനെയാണ് നാം വഞ്ചിക്കപ്പെടുന്നതെന്ന കാര്യമാണ്. അതിവിടെ പ്രകാശനം ചെയ്തു ഏറ്റുവാങ്ങിയത് കേരളത്തിൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM മനോജാണ്. അദ്ദേഹത്തിന് നൽകി ആ പുസ്തകം അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇൻ്റർനെറ്റും സംവിധാനങ്ങളും ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇൻ്റർനെറ്റിലൂടെയും മറ്റും എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ചോർന്നു പോകുന്നതെന്ന കാര്യം, എങ്ങനെയാണ് ഇൻ്റർനെറ്റിലൂടെ നാം വഞ്ചിക്കപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം ഇവിടെ നമ്മളുമായി പങ്കുവെക്കാൻ തയ്യാറായിട്ടുള്ളത്. നമ്മളെല്ലാം ടെക്നോളജി ഉപയോഗിക്കുന്നവരാണ്. ടെക്നോളജി ഉപയോഗിക്കുന്നു പറയുമ്പം ടെക്നോളജിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. മൂന്നാമത്തത് ചെറുകഥാ സമാഹാരമാണ്. നിയമസഭാ സെക്രട്ടറിയുടെ ജീവനക്കാരനായ ശ്രീ MK രാജൻ എഴുതിയിരിക്കുന്നത്. ബാർട്ടർ പബ്ലിഷിംഗ് ഹൗസാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത്. തിരഞ്ഞെടുത്ത ജീവിതഗന്ധിയായ 10 കഥകളുടെ സമാഹാരമാണ് ബിയാസ് എന്ന ചെറുകഥാ സമാഹാരം. മനുഷ്യ മനസ്സുകളുടെ സഞ്ചാരങ്ങൾ, സംഘർഷങ്ങൾ, സമസ്യകൾ, സ്വകാര്യതകൾ, നൊമ്പരങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്ന ഒരു കഥയായിട്ടാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബിയാസിലൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. മൂന്നും നമ്മുടെ നിയമസഭയ്ക്കുള്ളതാണ്. നാലാമത്തെ പുസ്തകം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട് നിയമസഭാ സാമാജികന്മാർ ആവശ്യമായി അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ് പുസ്തകത്തിലൂടെ ജോയിൻ്റായി സംയുക്തമായി ചിലർ രചിച്ചിട്ടുള്ളത്. ചോദ്യോത്തരം എന്നാണ് ഇതിൻ്റെ പേര്. ശ്രീ ഷിബു, അയ്യപ്പദാസ്, നെൽസൺ, ഇളങ്കുന്നേൽ എന്നിവർ ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 1888 മുതലുള്ള നിയമസഭാ ചരിത്രം, നിയമനിർമ്മാണ സഭയുടെ ചട്ടങ്ങളും നടപടിക്രമങ്ങളും, നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ചെറിയൊരു പുസ്തകത്തിലൂടെ നമുക്ക് അറിവ് പകരുന്ന രീതിയിലാണ് പുസ്തകം രചിച്ചിട്ടുള്ളത്. പുസ്തകം രചിച്ച ആളുകളെയും പുസ്തകം ഏറ്റുവാങ്ങാൻ എത്തിയ ആളുകളെല്ലാം അതോടൊപ്പം ഈ പുസ്തകം രചിച്ച ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യാൻ മുന്നോട്ട് വന്ന പബ്ലിഷേഴ്സിനെയും എല്ലാം കേരള നിയമസഭാ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി, കേരള നിയമസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഈ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. അടുത്തതായി ശ്രീ വിവേക് പറാട്ടിൻ്റെ ഒന്നുകളും പൂജ്യങ്ങളും സ്വകാര്യതകളിലേക്ക് ഡേറ്റ കണ്ണുകൾ എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ PM മനോജിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, ഏറെ ബഹുമാന്യനായ ശ്രീ ജോർജ് ഓണക്കൂർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകത്തെക്കുറിച്ച് പ്രസംഗം നടത്തേണ്ട വേദിയല്ല ഇത് എന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം തൊട്ട് മുമ്പ് ഈ വേദിയിൽ നടന്ന വളരെ വിശദമായ ഒരു പ്രകാശന ചടങ്ങ് നാം കേട്ടതാണ്. ശ്രീ ജോർജ് ഓണക്കൂർ ഇവിടെയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ സാന്നിധ്യമുള്ളപ്പോൾ ഒരു പുസ്തകത്തെക്കുറിച്ച് അധിക പ്രസംഗം നടത്തുന്നത് ഒട്ടും ഔചിത്യമാവില്ല. ഇവിടെ ശ്രീ വിവേക് പാറാട്ട് എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ചെറുപ്പക്കാരനാണ്. ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ, എല്ലാ മേഖലകളിലും ഇടപെടാൻ താല്പര്യമുള്ള ആൾ.
അങ്ങനെ ഒരു ചെറുപ്പക്കാരന് ഇപ്പോഴുള്ള ജോലിയിലിരുന്നു കൊണ്ട് എങ്ങനെ ഒരു പുസ്തകം എഴുതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഏറ്റവും അത്യുത്സാഹം വേണ്ട, ക്ഷമാശീലം വേണ്ട ഒന്നാണ് പുസ്തകമെഴുത്ത്. പലപ്പോഴും പല മേഖലകളിലും കൈവച്ച് എഴുതി തള്ളുന്ന ആളുകൾക്ക് പോലും അതൊരു പുസ്തക രൂപത്തിലാക്കാൻ വളരെയേറെ പ്രയാസങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്നു. ഇവിടെ വിവേക് വളരെ ചെറുപ്പമാണ്. അദ്ദേഹം എഴുതിയതാകട്ടെ വളരെ കാലികമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മൾ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ടാൽ അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോൾ നാം സംസാരിക്കുന്നതും നാം പെരുമാറുന്നതുമൊക്കെ അതീവ രഹസ്യമാണ് എന്ന് കരുതുന്നവരാണ് നാം. എന്നാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഉൽപ്പന്നത്തെക്കുറിച്ചോ ഒരു പ്രത്യേക സേവനത്തെക്കുറിച്ചോ സംസാരിച്ച് നോക്കൂ. തുടർന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന എല്ലാ ദൃശ്യങ്ങളിലും നിങ്ങൾ ഏത് ഉൽപ്പന്നത്തെയോ സേവനത്തെക്കുറിച്ചോ ആണ് സംസാരിച്ചത് അതിൻ്റെ പരസ്യം നിങ്ങൾ കാണാൻ വിധിക്കപ്പെടും. അത്രയേറെ നമ്മുടെ ചിന്തകൾ പോലും നമ്മുടെ ആംഗ്യഭാഷ പോലും പകർത്തിയെടുത്ത് ഇതുപോലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. ആ കാലത്തെക്കുറിച്ച് ഗാഢമായ ധാരണ നമുക്കുണ്ടാവണമെന്നില്ല. എന്നാൽ ആ കാലം നമ്മളെ എത്രമാത്രം ഭയപ്പെടുത്തണം എന്ന ബോധം തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. അങ്ങനെ ഒരു ബോധത്തിലേക്കുള്ള വാതിലാണ്, ഒരുപക്ഷെ ഒരു കിളിവാതിലെന്ന് പറയാം. ആ കിളിവാതിലാണ് ഈ ചെറിയ പുസ്തകത്തിലൂടെ ശ്രീ വിവേക് പാറാട്ട് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ തുടക്കം കൂടുതൽ ഉന്നതങ്ങളിലേക്ക്, കൂടുതൽ ഉയരങ്ങളിലേക്ക് നോക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിന് പ്രചോദനം കൂടിയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീ വിവേകിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി ശ്രീ MK രാജൻ്റെ ബിയാസ് എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ ജോർജ് ഓണക്കൂറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സമാദരണീയനായ സ്പീക്കർ ശ്രീ ഷംസീർ അവറുകൾ, വേദിയിലുള്ള എല്ലാ ബഹുമാന്യരെയും ഞാൻ ഒരുമിച്ച് നമസ്കരിക്കുന്നു. നിയമസഭാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള എല്ലാ സുഹൃത്തുക്കളെയും, സദസ്സിലുള്ള ബഹുമാന്യർക്കും എൻ്റെ അഭിവാദനം. ഏതാനും വാക്കുകൾ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഒതുക്കി സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ സംസാരിച്ച് നിർത്താവുന്ന ഒരു പുസ്തകമല്ല നമ്മുടെ MK രാജൻ എഴുതിയിരിക്കുന്നത്. MK രാജനെ ഞാൻ എൻ്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റോർ ചെയ്തിരിക്കുന്നത് രാജൻ നിയമസഭ എന്നാണ്, അസംബ്ലി എന്നാണ്. കാരണം അത്രയേറെ നമ്മുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിയുന്ന ഒരാളാണ് ശ്രീ MK രാജൻ. അത് എൻ്റെ നാട്ടുകാരനാണ് എന്നുള്ളതും എനിക്ക് അഭിമാനം തരുന്ന കാര്യമാണ്. എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം സ്വദേശിയാണ് രാജൻ. രാജൻ്റെ 2ാമത്തെ പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്ത ബിയാസ് എന്ന 10 കഥകളുടെ സമാഹാരം. ആദ്യ പുസ്തകവും കഥാസമാഹാരമാണ്. അബോധങ്ങളിൽ ഗുൽമോഹർ പൂക്കുമ്പോൾ എന്ന കാവ്യാത്മകമായ പേരാണ് അതിന് നൽകിയിരിക്കുന്നത്. എങ്കിൽ ബിയാസ് എന്നത് ഒരു പുരാവൃത്തത്തെ അടയാളപ്പെടുത്തുന്ന നാമകരണം ആണ്. അങ്ങനൊരു കഥയുമുണ്ട് ഇതിൽ. ബിയാസ് എന്നത് ഒരു നദിയുടെ പേരാണ്. ആ നദിക്ക് ഒരു കഥയുണ്ട്. നമ്മുടെ മഹാഭാരത കഥയിൽ ബിയാസ് മറ്റൊരു പേരിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് വസിഷ്ഠ മഹർഷിയുടെ പുത്രൻ ആ നദിയിൽ നഷ്ടപ്പെട്ടു എന്നാണ് ഭാരതകഥ. പുത്രദുഃഖത്താൽ വിവശനായ വസിഷ്ഠൻ കയറുകൊണ്ട് സ്വയം വരിഞ്ഞ് ബിയാസിൽ ചാടുന്നു, നദിയിൽ ചാടുന്നു. നദി തൻ്റെ തിരകളാകുന്ന കരങ്ങൾ കൊണ്ട് കയർ അറുത്ത് മാറ്റുന്നു. അങ്ങനെ വിഷാംശം എന്ന വിപാശം എന്ന പേര് വരികയാണ് നദിക്ക് ചെയ്യുന്നത്. അതാണ് ബിപാസ് ആയി രാജൻ ഈ കഥയിൽ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ മണാലിയിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു സഞ്ചാരികളുടെ കൂട്ടം
വഴിക്ക് വെച്ച് പരിചയപ്പെടുന്ന അവരുടെ ടൂർ ഓപ്പറേറ്റർ ആയ രാജീവ് എന്ന ഒരു വ്യക്തിയുടെ കഥയിലൂടെയാണ് ഈ ചെറുകഥയുടെ സാരാംശത്തിലേക്ക് പ്രവേശിക്കുന്നത്. രാജീവിൻ്റെ കഥ വളരെ വേദനാജനകമാണ്. അനാഥനാണ് രാജീവ്. അമ്മ ഉപേക്ഷിച്ചു. അച്ഛൻ ആരെന്ന് അറിയില്ല. ഒടുവിൽ അയാൾ പല വഴികൾ താണ്ടി മണാലിയിൽ എത്തുന്നു. ഒരു ടൂർ ഓപ്പറേറ്ററായി ഒത്തിരി സമ്പത്ത് ഒക്കെ സമാഹരിച്ച് ജീവിക്കുകയാണ്. പക്ഷേ അപ്പോഴും അയാളെ വേട്ടയാടുന്നത് തന്നെ ഒഴിവാക്കിയ അച്ഛനെയാണ്, തനിക്ക് നഷ്ടപ്പെട്ട അമ്മയെക്കുറിച്ചാണ്. അങ്ങനെ വിഷമിച്ച് ഒരു രാത്രി കഴിക്കുമ്പോൾ ഏതോ സ്വപ്നത്തിൽ വ്യാകുലപ്പെട്ട് കുന്നിൻ്റെ മുകളിൽ നിന്ന് മെല്ലെ മെല്ലെ കല്ലുകൾക്കിടയിലൂടെ ഊർന്ന് ഇറങ്ങി ബിയാസ് നദിയിൽ എത്തിച്ചേരുകയാണ്. അവിടെ വരെ എത്തുകയാണ് മണാലിയിൽ വെച്ച് രാജീവ്. കല്ലുകളുടെ ഇടയിലൂടെ ചതഞ്ഞും മുറിഞ്ഞും താഴേക്ക് എത്തുന്നു. അപ്പോൾ അയാളെ താങ്ങുന്ന ഒരു കൈയുണ്ട്, ആർദ്രമായ ഒരു കൈ ഉണ്ട്. അത് ഈ യാത്രാസംഘത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തകനായ രാജു ഓർമ്മിച്ച് എടുക്കുന്നത് ഡൽഹി എയർപോർട്ടിൽ പണ്ടെങ്ങോ നഷ്ടപ്പെട്ട തൻ്റെ മകനെ തേടി മണാലിയിലേക്ക് യാത്ര തിരിക്കുന്ന വൃദ്ധനായ ഡോക്ടറെ ആണ്. ആ ഡോക്ടറെ കണ്ട ഓർമ്മയാണ്. ആ ഡോക്ടറുടെ നനഞ്ഞ കരങ്ങളാണ് ഇവിടെ ഈ ചെറുപ്പക്കാരനെ താങ്ങി എടുക്കുന്നത് എന്ന് സൂചിപ്പിച്ച് നിർത്തുകയാണ്. പ്രത്യക്ഷമായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. അങ്ങനെ എന്നോ ഒരിക്കൽ വലിച്ചെറിയപ്പെട്ട മകൻ സമ്പന്നനായി വളർന്ന് ടൂർ മാനേജരായി ഓപ്പറേറ്ററായി എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലൊന്നും ബാക്കിയില്ലാതെ വിവശകാലത്ത് അച്ഛൻ ഡോക്ടറാണ് എങ്കിലും എത്തി ഈ മകനെ തൻ്റെ കരങ്ങളിൽ കോരിയെടുക്കുന്ന മനോഹരമായ ആഖ്യാന ശൈലിയുള്ള ഒരു കഥയാണ് ഇത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഏതു ഭീതിയാണ് നമ്മെ കീഴടക്കാനാകുന്നത് എന്ന് രാജൻ ഈ പുസ്തകത്തിൻ്റെ ആദ്യം ചോദിക്കുന്നുണ്ട്. വളരെ നല്ല കഥകൾ. പഴയ വീട് എന്ന മനോഹരമായൊരു കഥ വായിക്കുമ്പോൾ നാം അറിയാതെ MTയുടെ നാലുകെട്ടിലെ അപ്പുണിയെ ഓർക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ പല ചെറുപ്പക്കാരും ഇന്നകപ്പെടുന്ന അവസ്ഥകൾ, കഷ്ടപ്പെട്ട് കുറച്ച് പൈസയ്ക്ക് ബുദ്ധിമുട്ടി അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, പെട്രോൾ അടിക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം, ഭക്ഷണ ചെലവില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്കാണ് ഒരു വലിയ ഇംപാല കാർ വന്ന് നിൽക്കുന്നത്. വലിയ ഇംപാല കാർ എന്ന് പറയുന്ന കാര്യമില്ലായിരിക്കും അല്ലേ, ഇംപാല കാർ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് ചാടി ഇറങ്ങുന്ന രണ്ട് ചെറുപ്പക്കാർ ഒരു ബാഗ് ഇയാളെ ഏൽപ്പിക്കുകയാണ്. ഒരു നിശ്ചിത സ്ഥാനത്ത് ഇത് കൊണ്ടുപോയി കൊടുക്കണം. കൊണ്ടുപോയി കൊടുക്കുന്നതിന് 5000 രൂപ പ്രതിഫലം. ഗതികേടിൽ അയാളത് വാങ്ങുന്നു. പക്ഷേ ആ കാറ് കടന്നു പോവുകയും തുടർന്ന് ഈ ഒരു കെട്ടുമായി ദൂരെ എത്തിക്കാനുള്ളൊരു കെട്ടുമായി ഇയാൾ നിൽക്കുമ്പോൾ വന്നെത്തുന്ന നീതിപാലകരുടെ സംഘം ഇയാൾ അറസ്റ്റ് ചെയ്യാണ്. കോടികൾ വില വരുന്ന മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന കഥ വളരെ ശക്തമായി നമ്മുടെ യുവത്വം, ചെറുപ്പം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന അപകടകരമായ ലഹരി, നമ്മൾ വായനയാണ് ലഹരി എന്നാണ് ഇവിടെ വച്ചിരിക്കുന്ന മുദ്രാവാക്യം, അപകടകരമായ ലഹരികളുടെ ഉപയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വിധത്തിലുള്ള വിനാശകരമായ അവസ്ഥകൾ തീർച്ചയായും നല്ല അങ്ങനെ കഥയിലൊരു സാമൂഹ്യ ബോധമൊന്നും വേണമെന്ന് ഞാൻ നിർബന്ധിക്കുകയല്ല, പക്ഷേ ഭംഗിയായി ഇവിടെ ചിത്രീകരിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ MK രാജൻ്റെ സാഹിത്യ സബരിക്ക് എല്ലാ നന്മകളും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും ഇപ്പോൾ മൗനമായ അവസ്ഥയിലാണ് നാവുകളെങ്കിലും നമുക്ക് ഹൃദയത്തിൽ രാജനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കാം എന്ന് പറഞ്ഞ് ഈ പുസ്തകം ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്ന് ആദരപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു. അടുത്തതായി കേരള നിയമസഭ ചോദ്യം ഉത്തരം എന്ന പുസ്തകത്തിൻ്റെ പ്രസാധകരായ ശ്രീ മണിശങ്കർ ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പുസ്തകം പ്രകാശിപ്പിച്ച ആദരണീയനായ സ്പീക്കർ AN ഷംസീർ,
ഏറ്റുവാങ്ങിയ നിയമസഭാ സെക്രട്ടറി AM ബഷീർ ഉൾപ്പെടെ വേദിയിലെ ആദരണീയരെ, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻ 2 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സായാഹ്നമാണ് ഈ നിയമസഭാ സമുച്ചയത്തിൽ നടക്കുന്നത്. അതിന് ഞങ്ങളെ പ്രാപ്തരാക്കിയത് ഈ നിയമസഭയിലെ ജീവനക്കാരായ 3 യുവത്വമാണ്. വളരെ പ്രസരിപ്പുള്ള വായനക്കാർ എന്ന നിലയിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഈ 3 പേരെയും പരിചയപ്പെട്ടത്. പുസ്തകമേളകളിൽ വന്ന് പരിചയം ആരംഭിച്ച് അത് പിന്നീട് പ്രസാധകനും എഴുത്തുകാരനും തമ്മിലുള്ള ബന്ധമായി പരിണമിക്കുകയായിരുന്നു. 1.5 വർഷം മുമ്പ് ഈ 3 പേരുടെയും കൂട്ടായ്മയ്ക്കൊപ്പം ജ്ഞാനേശ്വരി ഒരു വലിയ സ്വപ്നമാണ് ഈ പുസ്തകത്തിലൂടെ കണ്ടത്. ഈ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ നമ്മുടെ നിയമനിർമ്മാണ സഭ അതിൻ്റെ പൂർവ്വകാലങ്ങളിലൂടെയൊക്കെ അടയാളപ്പെടാൻ ഒരു പുസ്തകത്തിലൂടെ അടയാളപ്പെടുത്തുക എന്ന വലിയൊരു ദൗത്യം. ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ നിയമസഭയുടെ ചരിത്രത്തെ, വർത്തമാനത്തെയും ഒരു ചെറിയ ചെപ്പിൽ എങ്ങനെ ഒതുക്കാമെന്ന വിസ്മയമാണ് ഈ 3 പേരും, നെൽസൺ, അയ്യപ്പദാസ്, ഷിബു തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ച് തന്നത്. 152 പേജിൽ ആയിരക്കണക്കിന് പേജുകളിൽ വരാവുന്ന വിസ്തൃതമായ വിജ്ഞാനത്തെ സംഗ്രഹിച്ച് ഒതുക്കി വച്ചിരിക്കുന്നു എന്ന ഒരത്ഭുതം ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നു നിങ്ങൾക്ക് ഏവർക്കും കാണാൻ കഴിയും. നമ്മുടെ മഹാകവി കുമാരനാശാൻ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ പൂർവ്വരൂപകമായ 2 സഭകളിലും അംഗമായിരുന്നു എന്നതുൾപ്പെടെ ഒരുപാട് വിസ്മയങ്ങൾ, ഒരുപാട് വസ്തുതകൾ, ചട്ടങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും ഈ പുസ്തകത്തിൽ ഉണ്ട്. അത് നിങ്ങൾ വായിച്ച് വിലയിരുത്തണം. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പുസ്തക പ്രസാധനത്തിനും ഇങ്ങനെയൊരു വേദി ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നില്ല ഈ പുസ്തകം തുടങ്ങിയത്. എന്തായാലും ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപക്ഷേ ഇന്ത്യയുടെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും. ഷാർജയിൽ പുസ്തകമേളയ്ക്ക് പോയപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്, ഒരു രാജ്യം അക്ഷരങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ ഇടപെടുന്നു, ആ അക്ഷരത്തെ എങ്ങനെ ആ ഭരണകൂടം സ്വാംശീകരിക്കുന്നു എന്ന് തോന്നി വിസ്മയിച്ചിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിലും വന്നിരിക്കുന്നു. ഒരു ഭരണകൂടം അക്ഷരങ്ങളെയും പുസ്തകങ്ങളെയും അടയാളപ്പെടുത്താൻ ഇങ്ങനെ ഒരു താല്പര്യം കാണിച്ചതിനെ ആദരവോടുകൂടി നമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിച്ചു. ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.